മഹാനായ താബിഈകളിൽ പ്രശസ്തനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഒരു കുതിരയുടെ ആക്രമണത്തിൽ തന്റെ കാലിനൊരു മുറിവ് സംഭവിച്ചപ്പോ ആധുനിക കാലത്തെ വൈദ്യന്മാരും ഡോക്ടർമാരും എല്ലാവരും വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങളുടെ കാലിനെ മുറിച്ചു മാറ്റണം, നിങ്ങളുടെ കാലവിടെ നിന്ന് മുറിച്ചു മാറ്റണമെങ്കിൽ മാത്രമേ ഇതിനൊരു ശമനമുള്ളൂ, അല്ലെങ്കിൽ ഇതിന്റെ ശരീരത്തിൽ കയറിക്കൊണ്ട് നിങ്ങളുടെ ശരീരം മുഴുവൻ ഈ പഴുപ്പെത്തുമെന്ന് അദ്ദേഹത്തോട് പറയുമ്പോ അവിടെ നിന്ന് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എന്റെ കാലം മുറിച്ചു മാറ്റിക്കോളും. അങ്ങനെ ആ കാലഘട്ടത്തിൽ കാലം മുറിച്ചു മാറ്റാൻ ഇന്നത്തെ കാലഘട്ടത്തെ പോലെ ആധുനിക ഉപകരണങ്ങളോ പുതിയ ഉപകരണങ്ങളോ സായുധ സാമാജിക ഒന്നുമില്ലാത്തൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കാലം മുറിച്ചു മാറ്റാൻ വേണ്ടി ഈർച്ചവാൾ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കുപ്പി മദ്യം നൽകുകയാണ്. നിങ്ങൾ ഈ മദ്യം കഴിക്കണം, കാരണം നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റും, അതിന് വല്ലാത്ത വേദനയായിരിക്കും. ആ ഇറച്ചി അറുക്കുന്ന സമയത്ത് വല്ലാത്ത വേദനയായിരിക്കും, അതങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇതൊന്ന് കുടിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഈമാനെ കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇല്ല, നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് അകന്നു പോകണം. കാരണം ഉർവത്ത് ബിൻ സുബൈറിന്റെ ശരീരത്തിൽ നിന്ന് ഒരവയവം പുറത്തു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊന്ന് ചെറുത് പുറത്തു പോകുന്നുണ്ടോ, ഒരു രോമം കൊഴിയുന്നുണ്ടെങ്കിലും ഹറാമ് തിന്നുകൊണ്ട് ഉർവത്തിന്റെ ശരീരത്തിൽ നിന്നൊരു ഒരു വസ്തുവും പുറത്തു പോവാൻ ഉർവത്തിന് ഇഷ്ടമല്ല എന്ന് അദ്ദേഹം അവിടെ നിന്ന് പറയുകയാണ്. നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മളൊക്കെ നിത്യമായിട്ട് കഴിക്കുന്നത് എന്താണ്, ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്നത് എന്താണ്, ഹറാമാണോ ഹലാലാണോ എന്ന് ഉറപ്പില്ലാത്ത എത്രയെത്ര ഭക്ഷണങ്ങൾ, എത്രയെത്ര സമ്പത്തുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള സന്ദർഭങ്ങളെല്ലാം നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നാളെ സഭയിൽ പടച്ച റബ്ബ് നമ്മളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അല്ലാഹു നിങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ നന്മ തിന്മകൾ എഴുതാൻ വേണ്ടിയിട്ട്, നിന്റെ നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ നിർണയിച്ച എന്റെ മാലാകമാര്, എന്റെ ദാസന്മാര് നിന്നോട് വല്ല തെറ്റും പ്രവർത്തിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്റെ നാശമേ എന്ന് വിളിച്ചുകൊണ്ട് മനുഷ്യൻ പൊട്ടിക്കരയുമെന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടതുണ്ട്. റബ്ബിന് ഇഷ്ടപ്പെട്ട ജീവിത രീതിയിൽ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാർഗത്തിലായിട്ട് ജീവിക്കാൻ അപ്പോൾ നമുക്ക് തൗഫീഖ് നൽകട്ടെ.